റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ മാസം മുതൽ മണ്ണെണ്ണ നൽകാനുള്ള തീരുമാനം ഇടുക്കി ജില്ലയിൽ നടപ്പാവില്ല. റേഷൻ കടകളിലേക്ക് മണ്ണെണ്ണ വിതരണം നടത്താൻ ആവശ്യമായ കേന്ദ്രങ്ങളില്ലാത്തതാണ് കാരണം. ജില്ലയിൽ മണ്ണെണ്ണ വിതരണത്തിന് തൊടുപുഴയിലും മൂന്നാറിലും മാത്രമാണ് നിലവിൽ വിതരണ കേന്ദ്രങ്ങളുള്ളത്. മുമ്പ് താലൂക്ക് അടിസ്ഥാനത്തിൽ മണ്ണെണ്ണ മൊത്തവ്യാപാര കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു. റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം നിലച്ചതോടെ ലൈസൻസുകൾ ആരും പുതുക്കിയില്ല. അതോടെ ലൈസൻസുകൾ റദ്ദായി. ഇതോടുകൂടി തൊടുപുഴയിലും മൂന്നാറിലും എത്തി മണ്ണെണ്ണ വാങ്ങേണ്ട അവസ്ഥയിലാണ് ഹൈറേഞ്ചിലെ റേഷൻ വ്യാപാരികൾ. ഇതിന് ചെലവേറുമെന്നും വ്യാപാരികൾ പറയുന്നു. ഇതിനാൽ തന്നെ താലൂക്ക് അടിസ്ഥാനത്തിൽ വിതരണ കേന്ദ്രങ്ങൾ തുറക്കാതെ മണ്ണെണ്ണ വിതരണം നടത്തേണ്ട എന്നാണ് വ്യാപാരികളുടെ തീരുമാനം. നിലവിൽ ഞങ്ങൾക്ക് ഇടുക്കി ജില്ലയിൽ തന്നെ നിരവധി ഹോൾസെയിൽ മണ്ണെണ്ണ ഹോൾസെയിൽ ഉണ്ടായിരുന്നത് ഇപ്പം രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് തൊടുപുഴയിലും ഒന്ന് മൂന്നാറും. വിശദമായ നമ്മുടെ പീരിമേട്, ഉടുമ്പൻചോല, ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇടുക്കിയിൽ തൊടുപുഴയിലോ മൂന്നാറിലോ പോയി മണ്ണെണ്ണ സംഭരിക്കണം. ഉടുമ്പൻചോല താലൂക്കിലെ റേഷൻ വ്യാപാരികളോട് പറഞ്ഞിരിക്കുന്നത് മൂന്നാർ പോകാനാണ്. മൂന്നാർ പോയി 1 ലിറ്റർ മണ്ണെണ്ണ നമ്മുടെ കടയിൽ എത്തിയപ്പോൾ 5 രൂപയ്ക്ക് അടുത്ത് ചിലവാകുന്ന കടകളുണ്ട്. നമുക്കറിയാം യാത്ര പരിമിതം. അപ്പം നേരത്തെ മുൻഗണന കാർഡിന് മാത്രമുള്ളായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് മുമ്പ് നിൽക്കുമ്പോൾ മുൻഗണന കാർഡിന് മാത്രമായിരുന്നു മണ്ണെണ്ണ. അത് വളരെ പരിമിതമായതുകൊണ്ട് ഞങ്ങൾ പല റേഷൻ കടക്കാർ ഒന്നിച്ച് പോയി എടുത്തുകൊണ്ട് വരുമായിരുന്നു. അപ്പോഴും മുഴുവൻ കാർഡിന് കൊടുക്കാനുള്ള മണ്ണെണ്ണ തികയാതെ പോയിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആ മണ്ണെണ്ണ വിതരണത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നത്. ഞങ്ങൾക്ക് ഗവൺമെൻറ് തരുന്നത് 2.20 രൂപ. നമുക്കറിയാം ഇന്നത്തെ വാഹനക്കൂലി ഒക്കെ വെച്ച് കൂട്ടുമ്പോൾ അത് നമുക്ക് ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വിൽക്കുന്ന അല്ലെങ്കിൽ മണ്ണെണ്ണ വിൽക്കുമ്പോൾ എണ്ണ കമ്പനികൾക്ക് ലാഭമുണ്ട്, ഗവൺമെൻറ് ലാഭമുണ്ട്, ടാങ്കറുകൾക്ക് ലാഭമുണ്ട്, ഹോൾസെയിലുകാർക്കുണ്ട്. നഷ്ടം സഹിച്ച് ഞങ്ങളിത് നിരന്തരം മുന്നോട്ട് വിൽക്കാൻ സാധിക്കാത്ത അവസരമാണുള്ളത്. പിന്നെ റേഷൻ സംവിധാനങ്ങളിൽ പറയുന്നത് എല്ലാ സാധനങ്ങളും റേഷൻ കടകളിൽ വാതിൽപ്പടി എത്തിക്കുക എന്നുള്ളതാണ്. മണ്ണെണ്ണയും എത്തിക്കുന്നതാണ്. പക്ഷേ നേരിട്ട് റേഷൻ കടകളിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ മുമ്പ് ഹോൾസെയിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഉടുമ്പൻചോല താലൂക്കിൽ തന്നെ 3 ഹോൾസെയിൽ ഉണ്ടായിരുന്നു. വണ്ടമേട്, നെടുങ്കണ്ടം, ചിന്നക്കനാലും. ആ ഹോൾസെയിൽ പരിധിയിൽ മണ്ണെണ്ണ എത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ എടുക്കാം. താലൂക്ക് അടിസ്ഥാനത്തിൽ മൊത്തവ്യാപാര കേന്ദ്രങ്ങളിലൂടെ മണ്ണെണ്ണ വിതരണം നടത്താനായിരുന്നു അധികൃതരുടെ നിർദ്ദേശം. 3 മാസത്തെ മണ്ണെണ്ണയാണ് വിതരണം ചെയ്യുന്നത്. മണ്ണെണ്ണ വിതരണത്തിന് കമ്മീഷൻ തുക കൂട്ടി നൽകുവാനായി റേഷൻ കട ഉടമകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1 ലിറ്ററിന് 3 രൂപ 70 പൈസയിൽ നിന്ന് 7 രൂപ ആക്കണമെന്നാണ് ആവശ്യം. വാതിൽപ്പടി സേവനം നടപ്പാക്കണമെന്ന് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.